അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും എന്നു കാണിച്ചുള്ളത് പോരേൻ്റെ പണിയെടുക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ്. ഇപ്പോൾ നമ്മൾ തറയിട്ട് ബെൽറ്റ് വാർത്ത് മണ്ണൊക്കെ ഇട്ട് ഇപ്പോൾ കല്ല് ചായച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബാപ്പ ഒക്ടോബർ 6 പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കല്ല് ചായക്കാൻ തുടങ്ങി. ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ് കല്ല് ചായക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിവില്ലല്ലോ എവിടെ കിച്ചൺ, എവിടെ റൂം, അതൊന്നും എവിടെയുള്ളതിന്. അപ്പോൾ അതൊക്കെ പറഞ്ഞുതരാൻ ഞാൻ പ്ലാനൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഞാൻ കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് പ്ലാനൊക്കെ വരുന്നത്. നമ്മൾ പണിയെടുക്കുന്നതൊന്നും കാണില്ല. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും സ്കൂൾ ഉണ്ടാവില്ല. നമ്മൾ രാവിലെ എണീച്ചാൽ കുറച്ച് സമയം ഇങ്ങനെ പണിയെടുക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി വയ്ക്കും. പണി തുടങ്ങിയിട്ട് ഇപ്പോൾ ലോറിയും കല്ലും ഇങ്ങനെ കീക്കലും പണിക്കാർ ഫുള്ളും അതാണ്. ബാപ്പ നാട്ടിലുണ്ടാകുന്ന ടൈമിന് എപ്പോഴും തറേൻ്റെ മേലെയാണ് ഉണ്ടാവും. ഇങ്ങനെ മണ്ണിട്ടാലും ആ ഭാഗം കുഴിച്ചിട്ട് അപ്പുറത്തോടും, അപ്പുറത്തത്തെ മണ്ണെടുത്ത് ഇപ്പുറത്തോടും. അങ്ങനെ ഇപ്പോൾ ദുബായി പോയാലേ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ റൂമിൽ വരില്ല. അന്നേരം ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ചെയ്യൽ. ഇങ്ങനെ തറയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മണ്ണിടില്ല. മണ്ണിട്ടിട്ട് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് എന്തോ സ്ലറി എന്ന് പറഞ്ഞുള്ളൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാ പുരയിലും ഇപ്പോൾ ചതലും അങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ വരുന്നില്ല. ഇതാണെങ്കിൽ മണ്ണിൻ്റെ അടിയത്തെ ഉള്ളിലത്തെ ചതലൊന്നും ഇങ്ങനെ ഈ സ്ലറി ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാരി വരില്ല. അതുകൊണ്ട് നമ്മൾ സ്ലറി ഇട്ട് അധിക പുരയിൽ ഇപ്പോൾ അത് ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പകുതി കല്ല് വെച്ച് ചായച്ചിട്ടുണ്ട്. പിന്നെ കല്ല് വെച്ച് ചായക്കാൻ അങ്ങനെ ടൈമൊന്നും വേണ്ട, ഒരു 5-6 ദിവസം മതിയില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളൊക്കെ എണീച്ചിട്ട് പറയും അനക്കിന്ന് പോകുകയിൽ ചെറുങ്ങനെ തലവേദനയാകുന്നുണ്ട്, ഒരു സംശയം. അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പണിക്കാരുടെ ബാക്കിൽ തന്നെ ഓരോ സാധനം എടുത്തിട്ട് ഇങ്ങനെ നടക്കുക തറേൻ്റെ മേലോട്ടാ. ഇപ്പോൾ ഭയങ്കര മയ്യല്ല, അതുകൊണ്ട് കല്ല് ചായച്ച പാട് അതിൻ്റെ മേലെ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുക. എന്താ വെച്ചാൽ കല്ല് ചായച്ച പാട് അതിന്മേൽ വെള്ളമൊന്നും തട്ടാറ്. പിന്നെ 9 മണിക്കൂർ കഴിഞ്ഞാൽ ഷീറ്റ് മാറ്റി ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ മഴ പെയ്തിട്ട് ഓട്ടോമാറ്റിക് കൈമേൽ വെള്ളം ആയിക്കോളും. ഇപ്പോൾ ഭയങ്കര മഴയൊക്കെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നു ഇങ്ങനെ തറയൊക്കെ കെട്ടി മണ്ണൊക്കെ ഇടേണ്ട ടൈം. മഴ കൊണ്ടിട്ട് ഇപ്പോൾ നല്ലോണം മണ്ണൊക്കെ നല്ലോണം ഫിറ്റായിട്ട് നിൽക്കൂലേ. പിന്നെന്താ, നിങ്ങൾ പറ, എന്തായാലും പ്ലാനിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഈ ഒരു വീഡിയോ മണ്ണിടുന്ന വീഡിയോ ആണ്. മണ്ണിട്ടിട്ടാണ് സ്ലറി ഇട്ടത്. എൻജിനീയർ പറഞ്ഞ് മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ സ്ലറി ഇട്ടാൽ ഇങ്ങനെ ചെതലൊന്നും വരില്ലാന്ന്. പിന്നെ നമ്മളെ എൻജിനീയർ ആരാന്ന് പറഞ്ഞില്ലല്ലോ, നമ്മളെ എൻജിനീയർ കോഴിക്കോട് നിന്നാണ് വരുന്നത്. പേര് സഫീർ എൻജിനീയർ, നല്ല എൻജിനീയറാണ്. പിന്നെ നിങ്ങളെ വീട് പണിയെടുത്തി പിന്നെ വീട് പണി കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.